മാനന്തവാടിയിൽ ആദിവാസി യുവാവിനോട് വിനോദസഞ്ചാരികളുടെ കൊടും ക്രൂരത. വാഹനത്തിൽ നടുറോഡിലൂടെ 1/2 കിലോമീറ്റർ ദൂരമാണ് വലിച്ചിഴച്ചത്. സംഭവത്തിൽ മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. പട്ടാമ്പി രജിസ്ട്രേഷനാണ് കാറ്. എന്നാൽ കാറിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്താനായിട്ടില്ല. പരിക്കേറ്റ ചെമ്മാട് നഗർ സ്വദേശിയായ മാതൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാർത്ത ആദ്യം പുറത്തെത്തിച്ചത് റിപ്പോർട്ടറാണ്. പരിക്കേറ്റ മാതന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി വരാം. പിന്നെ സാധനം വെച്ചല്ല കട നിൽക്കുമായിരുന്നു. അപ്പൊ അവര് എന്തോ കുറെ നേരം വർത്തനം പറഞ്ഞു. ഞാൻ എന്നറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നാണ്. അന്നത്തിന് ആ ഡോർ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന മറ്റത്തിലേക്ക്. അന്നേരത്തിന് ആ ഡോർ ഒറ്റ അടക്കല്ലേ. എന്നിട്ട് അവർ നിർത്തിയില്ല. വായിച്ചോട്ടെ ഞങ്ങൾ ഒന്ന് പാലത്തിന്റെ അവിടെ വരെ കൊണ്ടു. കൈ കുടുങ്ങിയോ? കുടുങ്ങിട്ട് അങ്ങ് വലിച്ചോണ്ട് കൊടുത്തോണ്ട് പോയി. അവർ 4 ആളുണ്ട്. അവരെ ചെക്കടം ചേർത്ത് കുളിക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം അവിടെ നിന്ന് ഒച്ചപ്പടം ബഹളൊക്കെ ആയിട്ട് നിങ്ങൾ കടയിലേക്ക് വന്നു. അവിടെ നിൽക്കുമ്പോൾ പിന്നെ ഈ കല്ലൊക്കെ എടുത്ത് പിടിച്ചേക്കോ അമ്മ അറിയാൻ വേണ്ടി എൻ്റെ വണ്ടിക്കെങ്ങാണ്ട്. അവിടുന്ന് ഞാനവർക്ക് വേറെന്തെങ്കിലും അയക്കുന്നപ്പോൾ ഞാൻ അടുത്തേക്ക് പോയി. അവിടെ മുമ്പത്തിന് വെച്ചങ്ങ് ഡോറിലേക്ക് ഞാൻ ഇങ്ങനെ പിടിച്ച് ഒറ്റ അടക്കല്ലേ. എന്നിട്ട് അമ്മ തുറന്നില്ല. പിന്നെ എന്നെയും വലിച്ചെടുത്തോടെ അങ്ങോട്ട് പോയി. അങ്ങ് പാലത്തിൻ്റെ അവിടെ വരെ 2 കാലിൻ്റെ അതൊക്കെ തൊല്ലിപ്പോയി. ഇവിടുത്തെ ഇതൊന്നുമില്ല. ഇവിടെ ആ കാലിൻ്റെ ഇട്ടിട്ടൊന്നുമില്ല. ഇതൊക്കെ തൊല്ലി ഇതായിപ്പോയി. കണ്ടിച്ചിട്ട് കിട്ടൊക്കെ തൊല്ലിയൊക്കെ വണ്ടി നിർത്തുവാണെങ്കിൽ അങ്ങനെ ഊരിയിട്ട് അങ്ങനെ വിധാനം പറ്റൂല. ചിലപ്പോൾ ടയറിൻ്റെ മേലെ കയറിയാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നായി തന്നെ. ദീപക് മോഹൻ, വല്ലാത്ത ഒരു സംഭവമായി പോയി. മാതൻ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വേദനയും ടെൻഷനും ഒക്കെ ആവുന്നു. ഈ കൈ വെച്ച് ഡോറ് വെച്ച് അടച്ചിട്ടാണ് വലിച്ചഴിച്ചുകൊണ്ട് പോയത് അല്ലേ ദീപക്? കൈക്ക് പൊട്ടലുമുണ്ടോ ദീപക്? അരുൺകുമാർ, ഈ മാതന്റെ ഇടത്തെ കൈയുടെ തള്ളവിരലിനാണ് പൊട്ടലുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതിൽ പറയുന്നത് ആ ഡോറിന്റെ വാഹനത്തിന്റെ സൈഡിൽ കൈവച്ച സമയത്ത് ഈ പറഞ്ഞ വാഹനത്തിലെത്തിയ ആളുകൾ ഡോർ വലിച്ചടയ്ക്കുകയും ഇദ്ദേഹത്തിന്റെ വിരൽ അതിനിടയ്ക്ക് കുടുങ്ങുകയും ചെയ്തു. ഡോറിനിടയ്ക്ക് കുടുങ്ങി. അതിനുശേഷമാണ് അവിടെ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ വലിച്ചു ഇഴച്ചു കൊണ്ടുപോയത്. ആ സമയത്താണ് വാഹനത്തിന് മുൻപിലിരുന്ന ആളും ഒപ്പം പുറകിലിരുന്ന ആളും 2 ആളുകൾ ചേർന്ന് ഈ മാതന്റെ കൈ പിടിച്ച് വലിച്ച് ഇഴച്ചു കൊണ്ടുപോയത്. മാതൻ ആ സമയം കരയുന്നുണ്ട്. മാതൻ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു ഈ വിരൽ അതിനിടയ്ക്ക് കുടുങ്ങി. ആ വിരലിന് ഇപ്പോൾ സാരമായ പൊട്ടലുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ തന്നെയാണ് മാതൻ ഇപ്പോഴുള്ളത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് മാതൻ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. 2 കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗം മുഴുവൻ റോഡിൽ ഉരഞ്ഞ് മുറിവുണ്ട്. വലിയ മുറിവാണ്. അതുപോലെ തന്നെ കാൽമുട്ടിന് മുറിവുണ്ട്. അരയ്ക്ക് താഴോട്ടേക്ക് മുറിവുണ്ട്. അതിനൊപ്പം കൈക്കും കൈയുടെ എല്ലിനും പൊട്ടലുണ്ട്. അരുൺ, ഓക്കെ ദീപക്, ഈ പ്രതികളെ കുറിച്ചൊരു വിവരവും ഇതുവരെയും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അവര് സംസ്ഥാനം വിട്ടെന്നും ജില്ല വിട്ടു എന്നുമൊക്കെയുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഈ വാർത്ത വന്നതിന് ശേഷം. നിലവിൽ മാനന്തവാടി പോലീസാണ് ഈ വധശ്രമത്തിന് ഉൾപ്പെടെ 5 വകുപ്പുകൾ ചേർത്ത് ഭാരതീയ ന്യായ സംഹിത 5 വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിന് പ്രകാരം ഈ വാഹനത്തിൻ്റെ ഈ പറയുന്ന FIR-ൽ വാഹനത്തിൻ്റെ നമ്പറോ അത്തരത്തിലുള്ള ഒരു കാര്യമോ പരാമർശിച്ചിട്ടില്ല. ഈ മാതൻ എന്നയാളെ കുറച്ച് ആളുകൾ ചേർന്ന് മർദ്ദിച്ചു, വാഹനത്തിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്നുള്ള രീതിയിലുള്ള FIR-ആണ് ഇപ്പോൾ പോലീസ് ഇട്ടിട്ടുള്ളത്. 5 വകുപ്പുകൾ ചേർത്ത് വധശ്രമത്തിന് ഉൾപ്പെടെയാണ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.